everyone, welcome back to Xylem Learning. It's me, Jamshad. Sure ആണ് ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ആനുവൽ എക്സാമിൽ ഡാറ്റ അനാലിസിസ് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കാരണം കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും ഒക്കെ ആനുവൽ എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാമെന്നുള്ളത് നമ്മൾ പറയാൻ പോവാണ്. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറന്നു പോരുത്. ആ ഒരു 5ഓളം മാർക്ക്, ഐ തിങ്ക് 5 മാർക്ക് അല്ലേ? യെസ്, 1 2 3 4 5 5 മാർക്ക് നിങ്ങൾ നേടാൻ പോവാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കഴിഞ്ഞിട്ടൊന്ന് ഷെയർ ചെയ്യണേ. കാരണം അവരും പഠിക്കട്ടെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ മുത്തുമണികളായിട്ടുള്ള സുഹൃത്തുക്കൾ അവർ പഠിക്കട്ടെ, സെറ്റ് ആകട്ടെ. നോക്കി എങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ. ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് ദി സോഴ്സ് ഓഫ് എയർ പൊല്യൂഷൻ ഇൻ സിറ്റി. സിറ്റിയിൽ എയർ പൊല്യൂഷന്റെ കണക്ക് അവിടെ ഡയഗ്രാം ആയിട്ട് കൊടുത്തുള്ളത്. ഈ ഡയഗ്രാം പഠിച്ചിട്ട് താഴെയുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഇത് ഡയഗ്രാം എന്തിനെ പറ്റിയിട്ടാണ്? യെസ്, ഈ ഒരു പൊല്യൂഷനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇവിടെ കുറെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പൊല്യൂഷൻ ഇസ് ദ ലാർജസ്റ്റ് കൺട്രിബ്യൂട്ടർ ടു എയർ പൊല്യൂഷൻ? ഏറ്റവും കൂടുതൽ വലിയ പൊല്യൂഷൻ ഏതാണോ? ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏതാണ്. യെസ്, അവിടെ കണക്ക് കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾസ് 45, ഫാക്ടറീസ് 40. അപ്പൊ ഏതാണോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ? വെഹിക്കിൾസ് 45 എന്നങ്ങ് എഴുതി കൊടുത്താൽ യു കൻ ഗെറ്റ് 1 മാർക്ക്. ഒരു മാർക്ക് കിട്ടില്ലേ? നോക്കിയോ. Which two pollution together contribute more than 80% of air pollution? ഏത് രണ്ടെണ്ണം കൂടിയിട്ടാണ് 80%-നേക്കാൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട്, നമുക്ക് മാത്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇറങ്ങാം. അപ്പൊ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ 80ന് മുകളിൽ എത്തിയില്ലേടാ? രണ്ടെണ്ണം കൂട്ടിയാൽ ഇത് രണ്ടും കൂട്ടിയാൽ അല്ലാതെ വേറെ ഏതെങ്കിലും 80ന് മുകളിൽ എത്തുന്നതുണ്ടോ? ഇല്ല. അവിടെ പവർ ഹൗസ് 2%, ബ്രിക്ക് ഫീൽഡ്സ് 3%, കുക്കിംഗ് ആൻഡ് ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ് 7%, റെയിൽവേ എഞ്ചിൻസ് 3%. അപ്പൊ ഏറ്റവും കൂടുതൽ രണ്ടെണ്ണം കൂട്ടിയാൽ കിട്ടുന്നത് ഫാക്ടറികളും വെഹിക്കിൾസുമാണ് ഗൈസ്. അപ്പൊ 2 മാർക്ക് കിട്ടി. ഓക്കെ, ദ ലീസ്റ്റ് പൊല്യൂഷൻ സോഴ്സ് ഈസ് ഏറ്റവും കുറവ് ഏതാ? യെസ്, ഇതിലാകെ 2% കൊടുത്തതാണ് ഏറ്റവും കുറവ്. പവർ ഹൗസ് ആണ് ഏറ്റവും കുറവ്. യെസ്, ഓക്കെ. ഇനി നോക്കിക്കോ. നെയിം 2 സോഴ്സസ് വിച്ച് ഈക്വലി പൊല്യൂട്ട് ദ സിറ്റി. സെയിം ഈക്വൽ എമൗണ്ട് വരുന്നതാ? റെയിൽവേ എഞ്ചിന് 3%, ബ്രിക്സ് ഫീൽഡും 3%. സോ സെയിം ബട്ട് ഡിഫറന്റ്. അതുപോലെ വാട്ട് ഈസ് എ പെർസെന്റ് ഓഫ് പൊല്യൂഷൻ ബൈ ഫാക്ടറികൾ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ എത്രയാ? ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിയിൽ 40% എന്നുള്ളത്. സോ ഇത്തരം ഭയങ്കര സിമ്പിൾ ആയിരിക്കും. പക്ഷെ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ തെറ്റിപ്പോകും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണ്ടേ? ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദാ പിടിച്ചോ ക്വസ്റ്റ്യൻ. ദാ ഈ കോമൺലി യൂസ്ഡ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന വേർഡ് ആണ് ചോദിച്ചത്. ഇവിടെ കൊടുത്തുള്ളത് ഗിവ്, സോറി, ഫ്രണ്ട്, ക്ലോസ്, ഡൈ, ടീച്ചർ, ഓപ്പൺ. ഇത് ഏറ്റവും കൂടുതൽ ഏതാ? ഇവിടെ 100 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാ കൂടുതൽ, ഏതാ കുറവ് എന്നുള്ള തരത്തിലുള്ള പല തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതായത് നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. ഓക്കെ, A B C D E. ചോദ്യം ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അക്കോർഡിംഗ് ടു ബാർ ഡയഗ്രാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വേർഡ് ഏതാണെന്നാണ് ചോദ്യം. അത് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. രണ്ടാമത്തത്, വാട്ട് പെർസെന്റേജ് ഓഫ് സ്പീക്കർ കോമൺലി യൂസ് വേർഡ് ഗിവ്? അപ്പൊ ഗിവ് എന്നുള്ളത് എത്ര പെർസെന്റേജ് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 20, 40, 60, 80. അപ്പൊ അതിന്റെ ഇടയിൽ ഏതായിരിക്കും എന്നുള്ളത് നിങ്ങൾ എസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ, ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് ഇസ് യൂസ് ലീസ്റ്റ്. ഏറ്റവും കുറവ് യൂസ് ചെയ്തതാ? ഏറ്റവും കുറവ് യൂസ് ചെയ്ത് ഏതാന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇതിൽ ഓർഡറിൽ ഏറ്റവും സെക്കൻഡ് ഉള്ളത് ഡി ക്വസ്റ്റ്യൻ ഏതാണ്? ഏറ്റവും സെക്കൻഡ് ഉള്ളത് ഏതാണെന്നാണ് ഞാൻ വീണ്ടും കാണിക്കുന്നു. കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, ഇതിലെ സെക്കൻഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഇതെന്താണ്? വിച്ച് സ്റ്റാൻഡ് സെക്കൻഡ് ഇൻ ദ ഓർഡർ ഓഫ് ഇറ്റ്സ് യൂസ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതിൽ സെക്കൻഡ്, ഏറ്റവും ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ഏറ്റവും സെക്കൻഡ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. ഐഡന്റിഫൈ 2 words that are commonly used by almost equal. ഏകദേശം ഈക്വൽ നമ്പർ യൂസ് ചെയ്യുന്ന 2 കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇത്രയും ആൻസർ നിങ്ങൾ എന്താക്കുക? കമന്റ് ബോക്സിൽ ഇടുക. ബെസ്റ്റ് ആൻസർ നമുക്ക് എന്താക്കാം? പിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരാണ് ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ മതി. കറക്റ്റ് ആൻസർ ആരെങ്കിലും കമന്റ് ചെയ്താൽ ലൈക്ക് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു കറക്റ്റ് ആൻസർ എന്താക്കുക? കമന്റ് ബോക്സിൽ ഇടുക. നമുക്ക് നോക്കാം ആരാണ് കറക്റ്റ് ആവുന്നത്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇഫ് യു വാണ്ട് ടു ബി പെർഫെക്റ്റ് യു ഹാവ് ടു പ്രാക്ടീസ്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നത്. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ അതിനെ പറ്റിയുള്ള അഭിപ്രായവും കമന്റ് ചെയ്യാൻ മറന്നത്. It's me, Jamshad. You can always call me JD, signing off from Xylem Learning. Bye bye.